നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ അതിമനോഹരമായിട്ടുള്ള കോട്സ്വേൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ടൺ ഓൺ ദ വാട്ടർ എന്ന് പറയുന്ന വില്ലേജിലാണ്. വളരെ പഴക്കമുള്ള ഒത്തിരി ചരിത്രമുള്ളൊരു വില്ലേജാണിത്. വില്ലേജിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ പകർത്താൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇപ്പം സ്കൂൾ വെക്കേഷനും ഇവിടെ നല്ല സമ്മറും ആയതുകൊണ്ട് ഈ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല തണുത്ത അരുവിയിൽ കുളിക്കാനും ഇതിൻ്റെ ഓരത്ത് വന്നിരിക്കാനും നിരവധി ആളുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗി അത്രത്തോളം പകർത്തിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. മറ്റൊരു തവണ വന്നിട്ട് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ അത് പകർത്താമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വന്നതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കും. കോട്സ്വേർഡ് മേഖലയുടെ ഹൃദയഭാഗത്തായിട്ടാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായിട്ടുള്ള പ്രകൃതിയും ചരിത്രവും ഒരുമിച്ച് ചേരുന്ന ഈ ഒരു ബോട്ടൺ ഓൺ ദ വാട്ടർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കോട്സ്വേർഡിന്റെ വെനീസ് എന്നാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. അതിന് കാരണം ഗ്രാമത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന ഈ ഒരു മനോഹരമായ റിവർ വിൻഡ്രഷ് ആണ്. ഈ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന 5 ചെറുകല്ല് കൊണ്ട് നിർമ്മിച്ച പാലങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ ആകർഷണം. ഈ പാലത്തിൽ പലതും 17-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്നതാണ്. ബോട്ടൺ ഓൺ ദ വാട്ടർ എന്ന പേര് വന്നതും ഈ നദിയുമായി ബന്ധപ്പെട്ടാണ്. ബോട്ടൺ എന്ന് പറയുന്നത് പഴയ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ചെറിയ ഗ്രാമം എന്ന അർത്ഥം നൽകുന്നു. ഓൺ ദ വാട്ടർ എന്നത് നദിക്കരയിലെ ഗ്രാമം എന്ന അർത്ഥത്തിലാണ് ചേർത്തത്. നൂറ്റാണ്ടുകളായി ഈ ഗ്രാമം വ്യാപാരത്തിന്റെയും കൃഷിയുടെയും പ്രധാന കേന്ദ്രമായിരുന്നു. പിന്നീട് റെയിൽവേ എത്തിയതോടുകൂടി ഇത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറുകയാണ് ഉണ്ടായത്. ഇവിടെയുള്ള വീടുകളും കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഒരേ നിറത്തിലുള്ള സ്വർണ്ണ നിറം കലർന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായിട്ട് തോന്നും. ഇവ കോട്സ്വേർഡ് സ്റ്റോൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഈ കല്ലുകൾക്ക് തേൻ നിറമുള്ള ഒരു തിളക്കം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ, ഈ ഒരു ഗ്രാമം കാണുമ്പോൾ കഥാപുസ്തകത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു സ്ഥലത്തെ പോലെ തോന്നിക്കും. വേനൽക്കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു ചെറിയ ഗ്രാമം സന്ദർശിക്കുവാൻ എത്താറുള്ളത്. സിനിമകളുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ ലിറ്റിൽ വെനീസ് എന്നും ഈ ഒരു ഗ്രാമത്തെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പല ഗ്രാമങ്ങളിലും നദിയുണ്ട്. പക്ഷേ ഇവിടെ റിവർ വിൻഡ്രഷ് ഗ്രാമത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്നതിനാൽ ആളുകൾക്ക് നദിക്കരയിൽ ഇരിക്കാനും കുട്ടികൾക്ക് വേനൽക്കാലത്ത് വെള്ളത്തിൽ കളിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമം കുടുംബസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറിയത്. റോമൻ സാമ്രാജ്യകാലം മുതലുള്ള ചരിത്രമാണ് ഈ ഒരു ഗ്രാമത്തിനുള്ളത്. അന്നു മുതലുള്ള പല സൃഷ്ടിയും അതേപടി ഇന്നും നിലനിർത്തിപ്പോന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെയുള്ള ചെറിയ കഫേകളും ടീ ഷോപ്പുകളും ബേക്കറികളും ഐസ്ക്രീം കടകളും ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നദിക്കരയിലിരുന്ന് ഒരു ചായയോ ഐസ്ക്രീമോ ആസ്വദിക്കുന്നത് ഇവിടെ എത്തുന്നവർ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. ഇന്ന് ഈ ഒരു ഗ്രാമത്തിൽ ഏകദേശം 3000-ലധികം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. ചരിത്രവും പ്രകൃതിയും മനോഹരമായ കൽവീടുകളും ശാന്തമായി ഒഴുകുന്ന നദിയും ചേർന്ന ഒരു സ്വപ്നലോകം പോലെയാണ് ഈ ഒരു ബോട്ടൺ ഓൺ ദ വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം. ഈ ഒരു മനോഹര ഗ്രാമത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.